പക്ഷേ അത് സംഘികളുടെ കൈകളിൽ കൂടിയാവുമ്പോൾ അത് സംഘിവൽക്കരണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടും സംഘികളുടെ മെഴുകലുകൾ കുഞ്ഞു പിള്ളേരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടിയിട്ടും ആഴത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും ചരിത്രത്തിൻ്റെ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടും കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. വൃത്തികെട്ട പരിപാടി എന്ന് പറയാൻ പറ്റില്ല, ചെറ്റത്തരമാണ്. അതായത് ചരിത്രത്തിൻ്റെ രേഖകളെ എല്ലാം തിരുത്തിക്കൊണ്ട് ചരിത്രം ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സിലബസിലും എല്ലാത്തിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സംഘികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കളി. എന്തുകൊണ്ടാണ് ആ പേടി? ഇന്നലകളിൽ ഇവന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവന്മാർ ചെയ്തിട്ടുള്ള തന്തയില്ലായ്മയും നെറികേടുകളും എല്ലാം പാഠ്യ വിഷയത്തിൽ കൂടി കുട്ടികൾ പഠിക്കുമല്ലോ എന്നുള്ളൊരു പേടി. നമുക്കറിയാം, വേടൻ്റെ ഈ ഒരു കവിത പാഠ്യ വിഷയമാക്കുന്നതിൽ BJPക്ക് അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു വെറി, ആ ഒരു വെറി അവർ ഏതൊക്കെ രീതിയിലാണ് കാണിച്ചത്. ഈ പറയുന്ന വേടൻ്റെ കഞ്ചാവോളിയാണ് വേടൻ, അതേപോലെ തന്നെ ഈ അമ്മയോട് വരെ വൃത്തികെട്ട ചിന്താഗതിയുള്ളവനായിരുന്നു വേടൻ, സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയില്ലാത്തവനാണ് വേടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങ് ഒതുക്കിക്കളയാനായിട്ട് വിചാരിച്ചു. എന്നിട്ടും വേടൻ്റെ ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്നുള്ളൊരു പാട്ട് അത് പാഠ്യ വിഷയമാക്കുകയും ചെയ്തു. എന്താണ്